ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചാവുവാണെങ്കിൽ ചാവട്ടെ, ഞാൻ കൊണ്ടുവന്ന് മുമ്പ് എടുത്തു തരാം നിങ്ങളെ. വരുൺ, ഇപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അച്ഛ പറയുന്നൊന്ന് കേക്ക്. നിന്നോട് ഞാൻ പറയുന്നത് കേൾക്ക്. ഇവരെന്തീ കാണിക്കുന്നേ? അടുത്തേക്ക് വരരുത് ദേവാ, അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്. കത്തിക്ക് ഞാൻ. ഇവളെന്തിനാടാ ജീവിച്ചിരിക്കുന്നേ? ഇവക്ക് ആരാ ഉള്ളത്? അച്ഛനമ്മമാരായ ഇവർക്ക് വേണ്ട, ഭർത്താവായ നിനക്കും വേണ്ട. ഇവള് ചേച്ചിന്നും പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുന്ന ഇവക്കും വേണ്ട. ഭൂമിക്ക് ഭാരമായി എന്റെ മോളെ ജീവനോടെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കത്തിച്ചു കൊല്ലാൻ തന്നെയാടാ ഈ പെട്രോളും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. സുകുമാരി, അബദ്ധം കാണിക്കരുത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ ജയഭാരതി? അന്തസ്സും പണവുമുള്ള വലിയ തറവാട് കോണിമംഗലം. നിങ്ങളൊക്കെ കൽപ്പിച്ചാലേ അത് രാജകൽപ്പന പോലെയല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? വെന്ത് വെണ്ണീറാവാനല്ലേ പറ്റൂ. സുകുമാരിയമ്മേ, അബദ്ധമൊന്നും കാണിക്കരുത്. കൊത്തട്ട പരമേശ്വര, എന്റെ മോളും ഞാനും ഈ ഉമ്മർത്ത് തന്നെ കിടന്ന് കത്തട്ടെ. എന്നിട്ട് ആളുകൾ ഓടിക്കൂടട്ടെ. കാരണം അന്വേഷിച്ച് ടി വിക്കാരൊക്കെ വരുമല്ലോ. അപ്പൊ അവരുടെ മുമ്പിൽ എല്ലാവരും കൂടി പറഞ്ഞു കൊടുക്കണം, രണ്ടാം ഭാര്യയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആദ്യ ഭാര്യയെ ഉമ്മറത്തിട്ട് ചുട്ടുകൊന്നതാണെന്ന്. അപ്പൊ വരും പോലീസുകാരും. അവര് ചോദിക്കും നിങ്ങളോട് ന്യായോ നിയമോ ഒക്കെ. അപ്പോ അച്ഛനും അമ്മയും അമ്മൂമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ നിരന്ന് നിന്നങ്ങോട്ട് പറഞ്ഞേക്കണം, എടാ വരുണേ, എന്റെ മോള് ചാകുന്നതിന്റെ കാരണം നീയും നിന്റെ ഈ കൂടെ നിൽക്കുന്ന എരണക്കെട്ടോളുവാ. നിനക്കൊക്കെ ശിക്ഷ കിട്ടുമ്പോ ഞാനും എന്റെ മോളും ഒക്കെ അങ്ങ് മുകളിലിരുന്ന് കാണും. അമ്മേ, അബദ്ധമൊന്നും കാണിക്കരുത് വെറുതെ. ദേവാ, നിങ്ങൾ ആരൊക്കെ വെറുത്താലും എന്റെ മോളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അവള് ജീവിക്കണ്ടടാ. ഓർമ്മയും ബുദ്ധിയും ഇല്ലാത്ത അവസ്ഥയില് ഇവളിനി ജീവിക്കണ്ട. അമ്മ എന്തായി കാണിക്കുന്നേ? ചുറ്റുമുള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില് ഇവളിനി ജീവിക്കണ്ട. നിങ്ങൾ കണ്ടോ? എല്ലാവരും കണ്ണ് നിറഞ്ഞ് നോക്കി നിന്ന് കണ്ടോ? കത്തിക്കാൻ പോവാ ഞാൻ ഇവിടെ. ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കുടുംബം ഇല്ലാതാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അച്ഛാ, ഇത് കണ്ടില്ലേ? ഇതേ ഇവര് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വന്നത് തന്നെയാ. അല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പൊ പ്രിയങ്ക അകത്തേക്ക് കയറി പോകുന്നത്? ചാവുവാണെങ്കിൽ ചാവട്ടെ, ഞാൻ കൊണ്ടുവന്ന് മുമ്പ് എടുത്തു തരാം നിങ്ങളെ. വരുൺ,
ഇപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ആ അച്ഛ പറയുന്നൊന്ന് കേക്ക്. നിന്നോട് ഞാൻ പറയുന്നത് കേൾക്ക്. അവർക്ക് കത്തിത്തീരാൻ എളുപ്പമാ. പക്ഷേ അതോടൊപ്പം അവര് കത്തിക്കുന്നത് കണിമംഗലത്തിന്റെ അഭിമാനം കൂടിയാ. ഛെ! എന്റെ മകളെ ഇങ്ങോട്ട് കൈപിടിച്ചു തരുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവനാ ഞാൻ. അന്ന് കരുതിയത് അല്പം നന്മയെങ്കിലും ഈ കുടുംബത്തിൽ ചെയ്യാൻ കഴിയുമെന്ന. പക്ഷേ അതും പറ്റിയില്ല. കണിമംഗലത്തിന് നാണക്കേടുണ്ടാക്കാൻ മാത്രമേ ദേവനാരായണൻ കുടുംബത്തിന് സാധിച്ചുള്ളൂ.